നിയമാവർത്തനം 21 അധ്യായം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമാക്കാൻ നൽകുന്ന ഭൂമിയിൽ ഒരു നിഹതൻ്റെ ജഡം തുറസായ സ്ഥലത്ത് വീണുകിടക്കുന്നത് കാണുകയും അവനെ കൊന്നതാരെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരും പുറത്തു വന്ന് ജഡത്തിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലേക്കുള്ള ദൂരമളക്കണം. ജഡത്തോട് അടുത്ത പട്ടണമേതാണോ ആ പട്ടണത്തിൻ്റെ ശ്രേഷ്ഠന്മാർ ഒരിക്കലും പണി ചെയ്യിച്ചിട്ടില്ലാത്ത, അതായത് നുകത്തോട് ബന്ധിച്ചിട്ടില്ലാത്ത ഒരു കന്നുകുട്ടിയെ കൊണ്ടുവരണം. ആ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ ആ പശുക്കുട്ടിയെ ഒഴുക്കുള്ള ഒരു അരുവിയിലേക്ക് കൊണ്ടുവരണം. അരുവിയുടെ അടുത്തായി ഒരിക്കലും ഒഴുകുകയോ വിതയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഇടത്ത് വെച്ച് പശുക്കുട്ടിയുടെ കഴുത്തൊടിക്കണം. ലേവ്യ പുരോഹിതന്മാർ അടുത്തു വരണം. കാരണം അവരെയാണല്ലോ നിന്റെ ദൈവമായ കർത്താവ് തനിക്ക് ശുശ്രൂഷ ചെയ്യാനും കർത്തൃനാമത്തിൽ ആശീർവദിക്കാനും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ തർക്കവും ഓരോ ശിക്ഷയും അവരുടെ വാക്കനുസരിച്ചായിരിക്കും. നിഹതൻ്റെ ജഡത്തോടടുത്തുള്ള ആ നഗരത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരും താഴ്വരയിൽ വെച്ച് കഴുത്തൊടിച്ച പശുക്കുട്ടിയുടെ മേൽ തങ്ങളുടെ കരങ്ങൾ കഴുകണം. അനന്തരം അവർ മറുപടിയായി പറയണം, ഈ രക്തം ഞങ്ങളുടെ കരങ്ങൾ ചൊരിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടില്ല. കർത്താവേ, അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിച്ചാലും അങ്ങയുടെ ജനമായ ഇസ്രായേലിനിടയിൽ നിഷ്കളങ്ക രക്തത്തിൻ്റെ കുറ്റം നിലനിർത്തരുതേ. രക്തപാതകം അവരോട് ക്ഷമിക്കപ്പെടട്ടെ. അങ്ങനെ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് ചെയ്ത് നിന്റെ മധ്യേ നിന്ന് നിഷ്കളങ്ക രക്തം നീ നിർമ്മാർജ്ജനം ചെയ്യണം. നിന്റെ ശത്രുക്കൾക്ക് നേരെ നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് ഒരുവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവനെ തടവുകാരനായി പിടിച്ചെടുക്കുകയും ചെയ്തുവെന്നിരിക്കട്ടെ. തടവുകാരിൽ രൂപഭംഗിയുള്ള ഒരു സ്ത്രീയെ കണ്ട് നീ അവളിൽ അനുരക്തനാവുകയും ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവളെ നിന്റെ ഭവനത്തിനുള്ളിലേക്ക് കൊണ്ടുവരണം. അവൾ തൻ്റെ തല മുണ്ഡനം ചെയ്യുകയും നഖം വെട്ടുകയും വേണം. എന്നിട്ട് അവൾ തടവു വസ്ത്രം തൻ്റെ മേൽ നിന്ന് മാറ്റി ഒരു ചാന്ദ്രമാസക്കാലത്തേക്ക് നിന്റെ വീട്ടിൽ ഇരുന്ന് അവൾ തൻ്റെ പിതാവിനെയും മാതാവിനെയും ഓർത്ത് വിലപിക്കട്ടെ. അതിനുശേഷം നിനക്ക് അവളെ പ്രാപിക്കാം, വിവാഹം ചെയ്യാം. അങ്ങനെ അവൾ നിനക്ക് ഭാര്യയായിത്തീരും. പിന്നീട് നിനക്ക് അവളിൽ പ്രീതിയില്ലാതായാൽ അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടയക്കണം. അവളെ ഒരിക്കലും പണത്തിന് വിൽക്കരുത്. നീ അവളുടെ മാനം നഷ്ടപ്പെടുത്തിയതിനാൽ അവളോട് ക്രൂരമായി പെരുമാറരുത്. ഒരാൾക്ക് 2 ഭാര്യമാർ ഉണ്ടായിരിക്കുകയും ഒരുവൾ സ്നേഹിക്കപ്പെട്ടവളും മറ്റവൾ അഹിതയുമായിരിക്കുകയും സ്നേഹിക്കപ്പെട്ടവളും അഹിതയും അവനു വേണ്ടി പുത്രന്മാരെ പ്രസവിക്കുകയും ആദ്യജാതൻ അഹിതയുടേതായിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അവൻ തനിക്കുള്ളത് തൻ്റെ പുത്രന്മാർക്ക് ഭാഗിച്ചേൽപ്പിക്കുന്ന ദിവസം അഹിതയുടെ പുത്രനായ ആദ്യജാതൻ്റെ സ്ഥാനത്ത് സ്നേഹിക്കപ്പെട്ടവളുടെ പുത്രനെ ആദ്യജാതനാക്കാൻ പാടുള്ളതല്ല. പ്രത്യുത അവൻ തനിക്കുള്ള സകലതിലും 2 പങ്ക് അഹിതയുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതനായി അംഗീകരിക്കണം. കാരണം അവനാണ് തൻ്റെ പുരുഷത്വത്തിൻ്റെ ആദ്യഫലം. ആദ്യജാതൻ്റെ അവകാശം അവനുള്ളതാണ്. ഒരാൾക്ക് ദുർവാശിക്കാരനും ധിക്കാരിയുമായ മകനുണ്ടായിരിക്കുകയും അവൻ തൻ്റെ പിതാവിൻ്റെ സ്വരമോ മാതാവിൻ്റെ സ്വരമോ ശ്രവിക്കാതിരിക്കുകയും അവർ അവനെ തിരുത്തിയിട്ടും അവൻ അവരെ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അവൻ്റെ പിതാവും മാതാവും അവനെ പിടിച്ച് അവൻ്റെ നഗരശ്രേഷ്ഠന്മാരുടെ അടുത്തേക്കും നാട്ടുകവാടത്തിലേക്കും കൊണ്ടുചെന്ന് നഗരശ്രേഷ്ഠന്മാരോട് പറയണം, ഞങ്ങളുടെ ഈ മകൻ ദുർവാശിക്കാരനും ധിക്കാരിയുമാണ്. അവൻ ഞങ്ങളുടെ സ്വരം ശ്രവിക്കുന്നില്ല. അവൻ ഭോജനപ്രിയനും മദ്യപനുമാണ്. അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ ആളുകൾ മുഴുവനും അവനെ കല്ലെറിയണം. അങ്ങനെ അവൻ മരിക്കണം. അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. ഇസ്രായേൽക്കാർ മുഴുവൻ അത് കേട്ട് ഭയപ്പെടണം. ഒരാളിൽ മരണശിക്ഷയ്ക്കർഹമായ പാപം ഉണ്ടായാൽ അവൻ വധിക്കപ്പെടണം. നീ അവനെ മരത്തിൽ തൂക്കണം. എന്നാൽ രാത്രി അവൻ്റെ ശവം മരത്തിൽ കിടക്കരുത്. അന്ന് തന്നെ നീ അത് മറവ് ചെയ്യണം. കാരണം തൂക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ ശാപപാത്രമാണ്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി നൽകുന്ന നിന്റെ ഭൂമി നീ മലിനമാക്കരുത്.